ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഞങ്ങൾ എന്താ പറയുക, എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് കേട്ടോ, ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ എല്ലാവരും കാറെടുത്ത് പോവുകയല്ലേ വെച്ചിട്ട്, അപ്പോൾ എല്ലാവരും കൂടി പോകാൻ വേണ്ടി പോവുകയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ചെന്നൈയിൽ വന്നിട്ട് കിട്ടിയൊരു അസുഖമാണ് കേട്ടോ അവന്. വന്ന സമയത്ത് ഓള് വേറൊരു സ്കൂളിലും ഓന് വേറൊരു സ്കൂളിലും ആയിരുന്നു. അപ്പോൾ ഓന് 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അങ്ങനത്തെ കത്തിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയും ഭയങ്കര ബുദ്ധിമുട്ടോ അവിടെ. അവന് പോയ സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ ഇരിക്കാൻ. അപ്പോൾ പിന്നെ ഓള് പഠിക്കുന്ന സ്കൂളിൽ കിട്ടാൻ വേണ്ടി കുറേ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ സമയത്ത് ജൂൺ 1 കുറച്ച് ദിവസങ്ങളൊക്കെ അവൻ പോയിട്ടുണ്ടാവുള്ളൂ സ്കൂൾക്ക്. സ്കൂളിൽ പോയ സമയത്ത് അങ്ങനെ എന്താ പറയുക TB വരുന്നത് അവന്. ഒരു 2-3 ആഴ്ച പനിയൊക്കെ വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ച്. അപ്പോഴൊന്നും അറിയണില്ല. അപ്പോൾ എന്താ പറയുക, മരുന്നൊക്കെ കുടിച്ച് പനി മാറും, അങ്ങനെ പിന്നെയും വരും, അങ്ങനെ വന്നിട്ട് അവസാനം നമ്മൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്കാക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോഴാണ് പറഞ്ഞത് TB ആണ്. അപ്പോൾ അങ്ങനെ കുറേ ഒരാഴ്ച 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 മാസം കുടിച്ച് അത് എന്താ പറയുക, 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചെക്ക് ചെയ്തു. ആ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കുറവ് തന്നെയാണ് കാണിച്ചത്. എന്താ പറയുക, അധികമായിട്ടില്ല, തുടക്കമാണ്. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം മരുന്ന് കുടിച്ച് ചെക്ക് ചെയ്തപ്പോൾ 0.3 ഉള്ളതിന്. അപ്പോൾ പിന്നെയും 3 മാസം മരുന്ന് കുടിച്ച് ലാസ്റ്റ് നമ്മൾ ചെക്കപ്പിന് വന്നതാട്ടോ. അപ്പോൾ ചെക്കപ്പിന് പോയിട്ട് അവിടെ എന്താ പറയുക, ഒരു ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ സ്കാന്, അതൊക്കെ തന്നെ, അത് രണ്ടും തന്നെ ചെയ്യണത്. അങ്ങനെ എന്താ പറയുക, അവിടെ പോയി നമ്മൾ ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് സ്കാനും ഒക്കെ ചെയ്തു. അതുപോലെ ബ്ലഡ് ടെസ്റ്റിൽ അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാനും, അതുപോലെ ലിവറിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 6 മാസമൊക്കെ മരുന്ന് കുടിച്ചതല്ലേ, അപ്പോൾ ആ ഒരു മരുന്നിൻ്റെ ഇത് ലിവറിനൊക്കെ ബാധിച്ചിരിക്കണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും അങ്ങനെ ചെക്ക് ചെയ്തു. അപ്പോൾ അത് ടെസ്റ്റിന് കൊടുത്തിട്ട് അത് കിട്ടണമെങ്കിൽ എന്താ പറയുക, 2 മണിക്കൂറൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വെയിറ്റ് ചെയ്തു. ഏതായാലും അത് കിട്ടി. സ്കാൻ ചെയ്ത് അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം അൽഹംദുലില്ലാഹ് സുഖമായിട്ടുണ്ട്. പക്ഷെ എന്നാലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മരുന്ന് കൂടിയും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സമാധാനമായി. ലിവറിനും കാര്യങ്ങൾക്കൊന്നും ബാധിച്ചിട്ടില്ല. നമ്മൾ അഡ്മിറ്റായി കിടന്നിരുന്ന ഹോസ്പിറ്റലാണിത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ എന്താ പറയുക, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഒക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കിന് സമയം 3 മണി ഒക്കെ ആയിക്കണ്. നമ്മൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമാണ്
പിന്നെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ അത്രയും നേരത്തെ നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ 3 മണിക്ക് നമ്മൾ തിരിച്ചെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും പറഞ്ഞമാതിരി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.